നമ്മുടെ GSTയുമായി ബന്ധപ്പെട്ട വളരെ ഞെട്ടിക്കുന്ന ഒരു തട്ടിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത്. 2024-25 സാമ്പത്തിക വർഷം ഒരു തട്ടിപ്പ് സംഘം മാത്രം 1100 കോടി രൂപയുടെ ട്രാൻസാക്ഷൻസ് ആണ് വ്യാജ പേരുകളിൽ നടത്തിയിരിക്കുന്നത്. അതായത് സാധാരണക്കാരായ 1100 കോടി രൂപയുടെ ട്രാൻസാക്ഷൻസ് കച്ചവടം നടത്തിയിരിക്കുന്നത് സർക്കുലർ ട്രേഡിംഗ് ആണ്. 1100 കോടി രൂപയുടെ ഒരു സംഘമാണ് ചെയ്തിരിക്കുന്നത്. ഈ സംഘം സാധാരണക്കാരായ ആളുകളുടെ പേരിൽ അവരറിയാതെയാണ് ഈ GST രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്നത്. നമ്മൾ ആരെയും പേരിലെടുക്കാം, നമ്മുടെ ചില വിവരങ്ങൾ കിട്ടിയാൽ, ചില പോർട്ടലിൽ നിന്ന് നമ്മുടെ ചില വിവരങ്ങൾ കിട്ടിയാൽ ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ പേരിൽ ഒരു രജിസ്ട്രേഷൻ എടുക്കുകയാണ്. ഇപ്പോൾ GST രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്, വേറൊരാളുടെ ബാങ്ക് അക്കൗണ്ട് കൊടുക്കാം. അപ്പൊ ഈ തട്ടിപ്പുകാരുടെ ബാങ്ക് അക്കൗണ്ടിലാണ് ട്രാൻസാക്ഷൻ മുഴുവൻ നടന്നിരിക്കുന്നത്. പക്ഷേ ഇൻകം ടാക്സിന്റെ ബാധ്യതയും GST ബാധ്യതയും എല്ലാം ഇവർക്ക് വരും. ഇവർ GST അടക്കില്ല. അങ്ങനെ 1100 കോടി രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തി 200 കോടി രൂപ ഈ ഒറ്റ കേസിൽ മാത്രം സംസ്ഥാനത്തിന് നഷ്ടം വന്നു, GST നഷ്ടം വന്നു. ഇത് കണ്ടുപിടിച്ചത് പൂന ഇന്റലിജൻസ് ആണ്, GST ഇന്റലിജൻസ് ആണ്. പൂനെയിലെ GST ഇന്റലിജൻസ് ഇത് കണ്ടുപിടിച്ച് സംസ്ഥാന ഗവൺമെന്റിനെ അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റ് ഇത്രയും വലിയൊരു തട്ടിപ്പ് നടന്നിട്ട് എന്താണ് ചെയ്തത് എന്ന് കേട്ടാൽ അത് അതിനേക്കാൾ അത്ഭുതകരമാണ്. അവരാകെ ചെയ്തത് ഇതിന്റെ ഈ രജിസ്ട്രേഷൻസ് എല്ലാം ക്യാൻസൽ ചെയ്തു, അതിൽ നിർത്തി. വേറെ ഒന്നും ചെയ്തിട്ടില്ല, ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഫെബ്രുവരി 2025 പൂന GST ഇന്റലിജൻസ് സംസ്ഥാന ഗവൺമെന്റിനെ അറിയിച്ചാണ് ഈ തട്ടിപ്പ്. ഇവര് ഒരു അന്വേഷണവും നടത്തിയിട്ടില്ല. ഇതിന്റെ പുറകിൽ ആരാണ് പ്രവർത്തിച്ചിരിക്കുന്നത്, ഏത് തട്ടിപ്പുകാരാണ്, ഏത് കാർട്ടലാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു അന്വേഷണവും GST നടത്തിയിട്ടില്ല, നടത്താൻ പോലീസിനോടൊട്ട് ആവശ്യപ്പെട്ടിട്ടുമില്ല. രണ്ട്, ഇതിൽ ബലിയാടായ പാവപ്പെട്ട ഇരകളായ മനുഷ്യരെ അവരെ അറിയിച്ചിട്ടുമില്ല. GST ഡിപ്പാർട്ട്മെന്റ് അറിയിക്കണ്ടേ? ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിൽ സകല വിവരമുണ്ട്. ആരുടെയൊക്കെ പേരിലാണ് അവർ ക്യാൻസൽ ചെയ്താണല്ലോ രജിസ്ട്രേഷൻ. GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുമ്പോൾ ഒരു അഡ്രസ് ഉണ്ടല്ലോ, ജെനുവിനായിട്ട് അഡ്രസ് ഉണ്ട്. ഈ പാവങ്ങളെ ഇതുവരെ അറിയിച്ചിട്ടില്ല. രണ്ട്, മൂന്നാമത് ഈ നഷ്ടപ്പെട്ട 200 കോടി രൂപ ഉപേക്ഷിച്ചു. സംസ്ഥാന സർക്കാരിന്റെ സംസ്ഥാന ഖജനാവിലേക്ക് വരേണ്ട 200 കോടി രൂപ അത് ഒഴിവാക്കി. നമ്മൾ ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത്, അൺഒഫീഷ്യലായിട്ട് അറിഞ്ഞിരിക്കുന്നത്, ഇതുപോലെ ഇത് കൂടാതെ 1000-ലധികം വേറെ തെറ്റായ രജിസ്ട്രേഷനുകൾ GSTയിൽ ഉണ്ടെന്ന് ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അതിന്റെ പേരിൽ ട്രേഡ് ബിസിനസ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന 1000-ലധികം വേറെ രജിസ്ട്രേഷനുകൾ വേറെ ഉണ്ട്. ഇത് പല രീതിയിലാണ് ഈ സാധാരണക്കാരെ കബളിപ്പിക്കുന്നത്. KSEBയുടെ ഡേറ്റ മിസ്യൂസ് ചെയ്യാം. അതായത് ആർക്കെങ്കിലും ഒരു 13 ഡിജിറ്റുള്ള കൺസ്യൂമർ നമ്പർ ഉണ്ടെങ്കിൽ, പിന്നെ ഒരു രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറും ഉണ്ടെങ്കിൽ, LCT ബില്ല് ഡൗൺലോഡ് ചെയ്ത് ഈ ഡീറ്റെയിൽസ് എടുത്തിട്ട് ആ പേരിൽ രജിസ്ട്രേഷൻ നടത്താം. പിന്നെ LSTDയുടെ സഞ്ജയ പോർട്ടല് മിസ്യൂസ് ചെയ്തിട്ട് ഒരാളുടെ പ്രോപ്പർട്ടി എവിടെയാണ്, വാർഡ് എവിടെയാണ്, ഹൗസ് നമ്പർ എവിടെയാണ്, ലോക്കൽ ബോഡിയുടെ പേരെന്താണ്, പിന്നെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്യാം. ഇതെല്ലാം മിസ്യൂസ് ചെയ്തുകൊണ്ടും ഈ രജിസ്ട്രേഷൻ നടത്താം. 3, ബാങ്ക് അക്കൗണ്ടിലെ മിസ്മാച്ച് നോക്കിയിട്ട് അതെടുത്തിട്ട് ചെയ്യാം. ഇങ്ങനെ പല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം. എറണാകുളം ജില്ലയിലെ ഒരാൾ മകള് വിദേശത്ത് പോകുന്നതിന് വേണ്ടി ഉള്ള നടപടിക്രമങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇൻകം ടാക്സ് റിട്ടേൺ കൊടുക്കാൻ പറഞ്ഞു. ഇൻകം ടാക്സ് റിട്ടേൺ കൊടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഇയാളുടെ പേരിൽ 43 കോടി രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തിയിരിക്കുന്നു. ഒരു കരാർ തൊഴിലാളിയാ, പാവം. മകളുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇൻകം ടാക്സ് എടുത്ത് റിട്ടേൺ കൊടുക്കാൻ പോയപ്പോഴാണ് അദ്ദേഹത്തിന്റെ പേരിൽ 43 കോടി രൂപയുടെ ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നു. ഇവരിൽ പലരും ഇവര് പറഞ്ഞിരിക്കുന്നത് പോലീസ് സ്റ്റേഷനെയോ GST ഓഫീസിനെയോ ഇൻകം ടാക്സ് അതോറിറ്റിയോ ഒന്നും അപ്രോച്ച് ചെയ്തിട്ടൊന്നും ഒരു തീരുമാനം ഉണ്ടായില്ല. ചില ആളുകൾ ഇത്
തിരിച്ചറിഞ്ഞിട്ട് ഇങ്ങനെ ഓരോ അപകടത്തിൽ ചെന്ന് പെടുമ്പോൾ ഇത് തിരിച്ചറിഞ്ഞിട്ട് വടക്കാഞ്ചേരി കോടതിയിൽ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആകെ. പിന്നെ ഒരാള് കോട്ടയം SP-യെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ് GST കമ്മീഷണറെ ജോയിന്റ് കമ്മീഷണറെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. ഇൻകം ടാക്സ് അതോറിറ്റീസിനെയും ലോക്കൽ പോലീസ് സ്റ്റേഷനെയും ചെയ്തിട്ട് ഒരു നടപടിയും ആരും എടുത്തിട്ടില്ല. GST ഓഫീഷ്യൽസ് ഇവരോട് പറയുന്നത് നിങ്ങൾ കോടതി പോകണമെന്നാണ്. ഈ പാവപ്പെട്ടവര് ഒരു നടപടി ഇവർ ചെയ്യുന്നില്ല. നമ്മുടെ ചോദ്യം, ഈ ഇത്രയും വലിയൊരു ഫ്രോഡ് തട്ടിപ്പ് നടന്നിട്ട് ഇതൊരു മഞ്ഞുമലയുടെ അഗ്രം മാത്രമാണ് ഈ തട്ടിപ്പ്, ടിപ്പ് ഓഫ് ആൻ ഐസ്ബർഗ്. വലിയൊരു തട്ടിപ്പിന്റെ ഒരറ്റം മാത്രമാണ് പൂന GST ഇന്റലിജൻസ് തിരിച്ചറിഞ്ഞ് കേരളത്തിലെ സർക്കാരിനെ അറിയിച്ചത്. ഈ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നതിന് അപ്പുറത്തേക്കുള്ള ഒരു നടപടിയിലേക്കും സർക്കാർ പോകാത്തത് എന്തുകൊണ്ട്? ഒന്നാമത്തെ കാര്യം പറയണ ഗവൺമെന്റ് മറുപടി. രണ്ട്, ഈ പാവപ്പെട്ട നിരപരാധികളായ സാധാരണക്കാരായ മനുഷ്യർ ഇതിന്റെ അകത്ത് ഇരകളായി മാറിയപ്പോൾ എന്തുകൊണ്ട് അവരെ അറിയിക്കുകയും അവർക്കൊരു ലീഗൽ പ്രൊട്ടക്ഷനും ഗവൺമെന്റ് കൊടുക്കുന്നില്ല? മൂന്ന്, 200 കോടി രൂപയുടെ റവന്യൂ നഷ്ടം സർക്കാരിനുണ്ടായിട്ട് സർക്കാർ എന്തുകൊണ്ട് അത് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ല? 4, ഇത്രയും വിവരം കിട്ടിയിട്ടും GST രജിസ്ട്രേഷനിലെയും ഡേറ്റ വെരിഫിക്കേഷനിലെയും കുറവുകൾ പരിഹരിക്കാനുള്ള ഒരു നടപടിയും എന്തുകൊണ്ട് ഗവൺമെന്റ് സ്വീകരിക്കുന്നില്ല? ഈ 4 ചോദ്യം ഞങ്ങൾ സർക്കാരിനോട് ചോദിക്കുകയാണ്. നമ്മൾ ആവശ്യം, ഇത് ഇന്റർ സ്റ്റേറ്റ് റാമിഫിക്കേഷനുള്ള വ്യാപനമുള്ള കേസാണ്, IGST ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കേസാണ്. അതുകൊണ്ടൊരു CBI അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തണം. പിന്നെ ഇവർക്ക് പൂർണ്ണമായ നിയമസംരക്ഷണവും അറിവും ഈ ഇരകളായി മാറിയവർക്ക് നൽകണം. ഇത് ശ്രദ്ധിക്കാതെ പോയ, ഈ തെറ്റ് കണ്ടിട്ടും മനസ്സിലാക്കാതെ ശ്രദ്ധിക്കാതിരുന്ന GST ഉദ്യോഗസ്ഥർക്കെതിരായി നടപടിയെടുക്കണം. ഞങ്ങൾ നിരന്തരമായി ആവശ്യപ്പെടുന്ന കാര്യം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു. കേരളത്തിലെ GST ടാക്സ് അഡ്മിനിസ്ട്രേഷൻ പരിതാപകരമായ നിലയിലാണ്. വ്യാപകമായി കേരളത്തിൽ കള്ള ബിസിനസ്സാണ്, ടാക്സ് വെട്ടിപ്പ് ബിസിനസ്സാണ് നടക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറഞ്ഞു, കോടിക്കണക്കിന് രൂപ കേരളത്തിലെ എക്സ്ചക്കറിന് നഷ്ടപ്പെടുന്ന, ഖജനാവിന് നഷ്ടപ്പെടുന്ന രീതിയിൽ, ടാക്സ് നഷ്ടപ്പെടുന്ന രീതിയിലുള്ള കള്ള കച്ചവടങ്ങൾ നടക്കുകയാണ്. B2B ബിസിനസ്, അതായത് ബിസിനസ്സുകാർ കൊണ്ടുവന്നിട്ട് ഇവിടെ വന്ന് ബിസിനസ് ചെയ്യുന്നുണ്ട്, ബിസിനസ്സുകാരുടെ കയ്യിൽ നിന്ന് കസ്റ്റമേഴ്സ് മേടിച്ച് ടാക്സ് ഇല്ലാതെ കൊണ്ടുവന്ന്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരാൾക്ക് 5000 സ്ക്വയർ ഫീറ്റ് വീട് വെക്കണം, അയാൾ 5000 സ്ക്വയർ ഫീറ്റ് ടാക്സ് ഇല്ലാതെ ഇവിടെ കൊണ്ടുവന്ന് വീട് വെക്കുകയാണ്. അപ്പൊ ജെനുവിൻ ടാക്സ് പേയേഴ്സ്, ഇവിടെ കച്ചവടം നടത്തുന്ന ആളുകളുടെ ബിസിനസ്സും പോവാണ്, അവരും തകർന്നു പോവാണ്. അപകടകരമായ രീതിയിലേക്ക് ഇത് കംപ്ലീറ്റ് പോവുകയാണ്. ഇത് വെറും, ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം വെറും ടാക്സ് തട്ടിപ്പ് മാത്രമല്ല, ഡാറ്റ മോഷണം കൂടിയാണ്, ഡാറ്റ തഫ്റ്റാണ്, വളരെ ഗുരുതരമാണ്. നമ്മുടെ ആരും പേരിലെടുക്കാം, നമ്മുടെ ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ നിന്ന് ഇത് ചോർത്തിയെടുത്ത്, നമ്മുടെ പേഴ്സണൽ വിവരങ്ങൾ ചോർത്തിയെടുത്ത് നമ്മുടെ പേരിൽ ഒരു രജിസ്ട്രേഷൻ തുടങ്ങി, നമ്മുടെ പേരിൽ കച്ചവടം നടത്തി, നമ്മുടെ ഇൻകം ടാക്സ്, നമ്മൾ ഇത്രയും കോടി രൂപയുടെ ബിസിനസ് നടത്തി എന്ന് വന്നാൽ അവസാനം ഇൻകം ടാക്സ് ഇത് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ അറിയുള്ളൂ. അപ്പൊ നമുക്കൊരു പ്രൊട്ടക്ഷനും ഇല്ല. നിരപരാധികളായ ഇഷ്ടംപോലെ ആളുകൾ, ഞാനവരുടെ പേരുകളൊന്നും വായിക്കുന്നില്ല, എനിക്ക് നിരവധി ആളുകളുടെ പേരുകളുടെ അവരുടെ അഡ്രസ്സും, തട്ടിപ്പിനിരയായ നിരവധി ആളുകളുടെ അഡ്രസ്സും അതിന്റെ ഡീറ്റെയിൽസും ഉണ്ട്. ഇത്രയും വലിയ തട്ടിപ്പ് നടന്നിട്ട് സർക്കാരിന് അറിവുണ്ടായിട്ടും സർക്കാർ എന്തുകൊണ്ടാണ് ഇത് മറച്ചുവെച്ചത്? ഞാനൊരു ആരോപണം കൂടി ഉന്നയിക്കുകയാണ്. GST ഉദ്യോഗസ്ഥരിലെ ഒരു വിഭാഗത്തിന് ഈ തട്ടിപ്പുകാരുമായിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഞെട്ടിക്കുന്ന വിവരം സംസ്ഥാന സർക്കാരിന് കിട്ടിയിട്ടും അത് മൂടിവെക്കാൻ, പുറത്തറിയാതെ മൂടിവെക്കാൻ ഉള്ള ശ്രമം സർക്കാർ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗുരുതരമായ ഒരു വിഷയമാണ്. ഇതിൽ CBI അന്വേഷണം ഏർപ്പെടുത്തണം. കോടിക്കണക്കിന് രൂപ
കേരളത്തിന്റെ ഖജനാവിന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കേരളത്തിലെ ടാക്സ് വെട്ടിപ്പും ഡേറ്റാ മോഷണവും നടത്തി ഏറ്റവും ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ വെട്ടിപ്പ് നടത്തുമ്പോൾ ഒന്നും ചെയ്യാതെ ഒരു നടപടി സ്വീകരിക്കാതെ ആകെ ചെയ്തത്, ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു, ആകെ ചെയ്തത് ഈ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാൻ മാത്രമാണ്. വേറെ ഒന്നും ഈ പാവപ്പെട്ടവനെ അറിയിക്കുക പോലും ചെയ്യാത്ത ഒരു സർക്കാർ. അപ്പൊ ആരെല്ലാമാണ് ഇതിന് കൂട്ടു നിൽക്കുന്നത്? ആരെല്ലാമാണ് ഈ വലിയ തട്ടിപ്പിന് കൊടപിടിച്ച് നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ വിവരങ്ങൾ പുറത്തുവിടാത്തത് ഗവൺമെന്റ്? നമ്മൾ സൂക്ഷിക്കുമെങ്കിലും ചെയ്യുമല്ലോ, ഇല്ലേ? ഓരോ പാവങ്ങൾ ഓരോ ആവശ്യത്തിന് ചെല്ലുമ്പോഴാണ് പലരും അറിഞ്ഞിട്ട് പോലുമില്ല ഇങ്ങനെ സംഭവം. അവരുടെ പേരിൽ ഇങ്ങനെ കോടികൾ, ഇപ്പൊ നമ്മുടെ പേരിൽ എന്താണെന്ന് നമുക്ക് അറിയാൻ പോലുമില്ല ഈ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ടോന്ന്. അത്രയും വലിയ തട്ടിപ്പാണ് ഇവിടെ നടന്നിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, സ്വർണ്ണപ്പാളി വിവാദവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ വിസ്മയകരമായ കാര്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. കോടതി ഇടപെട്ടില്ലെങ്കിൽ ഈ തട്ടിപ്പ് ഇപ്പോഴും നിന്നേനെ. 1999 ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശിയിരുന്നു. 40 വർഷത്തെ വാറണ്ടി ഉണ്ടായിരുന്നു. 99 സ്വർണം പൂശിയിട്ട് 40 വർഷത്തെ വാറണ്ടിയുള്ള സംഭവം വീണ്ടും 2019 20 കൊല്ലം കഴിഞ്ഞപ്പോൾ 40 കൊല്ലം വാറണ്ടി ഉള്ളത് എന്തിനാണ് സ്വർണം പൂശാൻ കൊണ്ടുപോയത്? പോയത് 42 കിലോ, തിരിച്ചു വന്നത് 38 കിലോ, 4 കിലോ സ്വർണം അപ്പോൾ തന്നെ നഷ്ടപ്പെട്ടു. ഇത് എന്തുകൊണ്ടാണ് ദേവസ്വം പരിശോധിക്കായിരുന്നത്? വിജിലൻസിന്റെ സാന്നിധ്യത്തിൽ ഭാരം എന്തുകൊണ്ട് പരിശോധിച്ചില്ല? ഇത് ഈ ഭാരം കുറഞ്ഞത് പുറത്തു വരാതിരിക്കാൻ ഗൂഢാലോചന അന്ന് നടന്നിട്ടുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണറുടെ മുമ്പിൽ കണക്കെടുപ്പ് നടന്നിട്ടുണ്ട്. ദേവസ്വത്തിന്റെ രേഖകളിലും ഇക്കാര്യം വ്യക്തമായിരുന്നു. ഭാരക്കുറവ് കണ്ടെത്തിയിട്ടും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭരണാധികാരികൾ എന്തുകൊണ്ടാണ് ഇക്കാര്യം അന്വേഷിക്കാതിരുന്നത്? കോടതിയുടെ അനുമതിയോടുകൂടി മാത്രമേ സ്വർണ്ണപ്പണികൾ നടത്താവൂ. അത് അതിന്റെ പ്രിമൈസസിൽ വെച്ച് തന്നെ നടത്തണം. കോടതിയുടെ അനുമതിയില്ലാതെ മുഴുവൻ നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് ഇത് ചെന്നൈയിലേക്ക് അയച്ചു. പിന്നെ ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി? എന്താണ് ഈ സ്പോൺസർക്ക് ഉള്ള പ്രത്യേകത? എല്ലാ ദേവസ്വം ബോർഡുകളിലുള്ള സ്പോൺസർമാരെ കുറിച്ച് കൂടി അന്വേഷിക്കണം. ഇവര് ദേവസ്വത്തിലേക്കും ശബരിമലയിലേക്കും ഒക്കെ സ്പോൺസർ വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞ് കോടിക്കണക്കിന് രൂപ കളക്ട് ചെയ്യുകയും അതിലൊരു ചെറിയ അംശം മാത്രം അവിടെ കൊടുക്കുകയും ബാക്കി ഇടനിലക്കാർക്കും ബന്ധപ്പെട്ട ആളുകൾക്ക് കമ്മീഷൻ കൊടുത്ത് വൻ തുക ഭക്തന്മാരുടെ കയ്യിൽ നിന്നും തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലെല്ലാം ദേവസ്വം ബോർഡും സർക്കാരും കൂട്ടുനിന്നു. അയ്യപ്പന്റെ സ്വർണ്ണം അടിച്ചു മാറ്റിയ ആളുകളാണ് അയ്യപ്പ സംഗമം നടത്തിയത്. അയ്യപ്പ സംഗമം നടത്തി കപടഭക്തി പ്രകടിപ്പിച്ച ആളുകളുടെ കാപഢ്യം ഇപ്പോ പുറത്ത് അയ്യപ്പൻ തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ്. എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും സർക്കാരും ദേവസ്വം ബോർഡും ഒക്കെ ആയിട്ടുള്ള ബന്ധം? ആരുടെ ബിനാമിയാണ്? ഇയാളുടെ സ്പോൺസറുടെ ബന്ധുവീട്ടിൽ നിന്ന് ഇത് കണ്ടെത്തിയിട്ടും ആളെ എന്തുകൊണ്ട് പ്രതിയാക്കുന്നില്ല? ഇവരൊക്കെയായിട്ട് ബന്ധമുണ്ട് ഈ ആൾക്ക്, ഈ സ്പോൺസർക്ക്. ആരാണ് ഉണ്ണികൃഷ്ണൻ? ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി? ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്താ കാര്യം? ഉണ്ണികൃഷ്ണൻ പോറ്റി അങ്ങോട്ട് സമീപിക്കുന്നത് എന്തിനാണ്? എന്തുകൊണ്ട് കോടതിയുടെ പെർമിഷൻ വാങ്ങിച്ചില്ല? എന്തുകൊണ്ട് ആ പ്രിമൈസസിൽ വെച്ച് തന്നെ ഇത് ചെയ്തില്ല? അതല്ലേ പ്രധാനം. നിയമലംഘനമാണ് നടത്തിയിരിക്കുന്നത്. പോയ സ്വർണം തിരിച്ചു വരുമ്പോൾ പരിശോധിക്കേണ്ട എത്ര കിലോ ഉണ്ടെന്ന്. പോയ സ്വർണം എപ്പോഴും പീരിയോഡിക്കലായിട്ട് നടക്കുന്ന കണക്കെടുപ്പ് കൂടാതെ തന്നെ പുറത്തേക്ക് പോയ സാധനം തിരിച്ചു വരുമ്പോൾ ക്വാളിറ്റിയിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? അല്ലല്ലല്ല
അല്ല, ഇതിന്റെ ഭാരം കുറഞ്ഞിരിക്കുകയാണ്. ഭാരം 4 കിലോ കൊണ്ടുപോയതിന്റെ ഭാരം കുറഞ്ഞിരിക്കുകയാണ്. സ്വർണം അതുകൊണ്ടാണല്ലോ വീണ്ടും ഇപ്പൊ കൊണ്ടുപോണ്ടി വന്നത്. വീണ്ടും അതിന്റെ നിറമൊക്കെ മങ്ങി അതിൽ നിന്ന് സ്വർണം വലിയ തോതിൽ പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് വീണ്ടും പോയത്. ഇപ്പൊ പിന്നെ പീഠം വേറെ സ്ഥലത്തേക്ക് പോയി. മനസ്സിലായില്ലേ? വലിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നിയമവിരുദ്ധമായി ഇത് പുറത്തേക്ക് കൊണ്ടുപോകാനും ഈ സ്പോൺസറെ ഏത് നടപടിക്രമം അനുസരിച്ചിട്ടാണ് ഈ സ്പോൺസറെ ഏൽപ്പിക്കുന്നത്? അതാണ് ചോദ്യം. എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ റോള്? ഇയാൾ ആരുടെ ബിനാമിയാണ്? അയാളെക്കുറിച്ച് ഗുരുതരമായ ആരോപണങ്ങളാണ് വന്നിരിക്കുന്നത്. ഗുരുതരമായ ആരോപണങ്ങൾ. ആരായിട്ടാണ് അയാൾക്ക് ബന്ധം? ദേവസ്വം ബോർഡിലും സർക്കാരിലും. അത് വ്യക്തമാക്കട്ടെ. അതെങ്ങനെ? ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഉത്തരവാദിത്വം ഉണ്ടല്ലോ. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കോടതിയുടെ അറിവില്ലാതെ ഈ സാധനം എങ്ങനെ പുറത്തേക്ക് പോയി? ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയാതെ പുറത്തു പോവോ? ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഇയാളുമായിട്ട് എന്താണ് ബന്ധം? ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് ഇപ്പോഴും എന്താണ് ബന്ധം? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുവിന്റെ വീട്ടിൽ എങ്ങനെ ഈ സാധനം വന്നു? ഇതെങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോയി? അതിന് ഉത്തരവാദിത്വം പറയേണ്ട പ്രതിപക്ഷ നേതാവല്ലല്ലോ, ഞാനല്ലല്ലോ കസ്റ്റോഡിയൻ. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഉത്തരവാദിത്വം ഇല്ലേ? ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടുവാണ്. എന്താണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ടുള്ള ബന്ധം? ഞാനിപ്പോ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണറുടെ മുമ്പിൽ കണക്കെടുപ്പ് നടന്നിട്ടുണ്ട്. ദേവസ്വത്തിന്റെ രേഖകളിലും വ്യക്തമായിരുന്നു. ഭാരക്കുറവ് കണ്ടെത്തിയിട്ടും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭരണാധികാരികൾ എന്തുകൊണ്ട് ഇത് അന്വേഷിച്ചില്ല എന്നാണ് കോടതി ചോദിച്ചേക്കണത്. കോടതി അത് തന്നെ ചോദിച്ചിരിക്കുന്നത്. ഈ അന്വേഷണത്തിൽ, ഈ കണക്കെടുപ്പിൽ ഇത് മനസ്സിലായിട്ടുണ്ട്. എന്നിട്ടും ബോർഡ് അന്വേഷിച്ചില്ല. ബോർഡ് അത് മറച്ചുവെച്ചു. അതിനാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മറുപടി പറയേണ്ടത്. അതിന് മറുപടി പറയണം. വൻതോതിലുള്ള തട്ടിപ്പാണ് അവിടെ നടക്കുന്നത്. ഇത് ഒരു കേസിൽ കോടതി പിടിച്ചുകൊണ്ടാ. ഇത് നമ്മളാരെങ്കിലും അറിയോ? കോടതിയുടെ അറിവില്ലാതെ പുറത്തു പോയത് കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ്, കോടതി അന്വേഷിച്ചപ്പോഴാണ് ഈ തട്ടിപ്പുകൾ മുഴുവൻ വെളിവായത്. അല്ല, ഞങ്ങളിത് ആലോചിച്ചുകൊണ്ടിരിക്കാൻ ഗവൺമെന്റിനും ദേവസ്വം ബോർഡിനുള്ള മറുപടി കേൾക്കട്ടെ, എന്നിട്ട് നമ്മൾ ആലോചിക്കും. ഗൗരവതരമായി വിഷയം എടുക്കും. ഗൗരവതരമായി. ഉറപ്പായിട്ട് ആ ഉദ്യോഗസ്ഥന്മാരെ കീ പോസ്റ്റിൽ വെച്ചിരിക്കുന്നത് പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ്സ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ GST ഇന്റലിജൻസ് അടക്കമുള്ള കീ പൊസിഷൻസിൽ CPM-മായി ബന്ധപ്പെട്ട ആളുകളെയാണ് നിയമിച്ചിരിക്കുന്നത്. എന്നിട്ട് അവർക്ക് ഫ്രീഡം കൊടുത്തിരിക്കുകയാണ്. അവർ നെഗോഷിയേറ്റ് ചെയ്യാണ്. എല്ലാവരുമായിട്ട് നെഗോഷിയേറ്റ്. ഇഷ്ടംപോലെ കേസുകൾ പറയാം. ഞാൻ തുടങ്ങിയല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറഞ്ഞതാണ്. ഞാൻ നിയമസഭയിൽ അടിയന്തര പ്രമേയം ചർച്ച ചെയ്തുകൊണ്ടാണ് ഇത് ആരോപണമായിട്ട് ഉന്നയിക്കുന്നത്. ഞാൻ അന്ന് പറഞ്ഞു, പുറത്തു വന്നിട്ട് ഞാൻ പറയാമെന്ന്. ഞാൻ ആരോപണം കൂടിയായിട്ടാണ് ഉന്നയിക്കുന്നത്. എന്നിട്ട് ഇത് മൂടി വെക്കുകയാണ്, ആരും അറിയാതെ. ഇത് നാട്ടുകാരെ അറിയണ്ടേ? ഇങ്ങനൊരു സംഭവം നടന്നു, നമ്മുടെ പേരിലും ആർക്കും രജിസ്ട്രേഷൻ എടുക്കാം എന്നൊരു കമ്മ്യൂണിക്കേഷൻ പബ്ലിക്കിനെങ്കിലും കൊടുക്കണ്ടേ? ഈ പാവപ്പെട്ട മനുഷ്യരെ അറിയിക്കണ്ടേ? ഇവരെ മുഴുവൻ അഡ്രസ്സ് സർക്കാരിന്റെ കയ്യിലുണ്ട്. ആ GST രജിസ്ട്രേഷനെല്ലാം ക്യാൻസൽ ചെയ്ത്. ഇപ്പൊ നിങ്ങളുടെ ആരെങ്കിലും പേരിൽ ഒരു കള്ള രജിസ്ട്രേഷൻ എടുത്തിട്ട് നിങ്ങളെ അറിയിക്കണ്ടേ? ക്യാൻസൽ ചെയ്താൽ മാത്രം മതിയോ? നിങ്ങളുടെ പേരിലുള്ള ഒരു വ്യാജ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്താൽ മതിയോ? ഒരു ഗവൺമെന്റ് നിങ്ങളെ അറിയിക്കണ്ടേ? ഇത് നിങ്ങളുടെ പേരിൽ ഇങ്ങനെ ഒരു തട്ടിപ്പ് നടന്നിട്ടുണ്ട്, ഞങ്ങൾ ആ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ടാവും, നിങ്ങൾക്ക് എല്ലാ ലീഗൽ പ്രൊട്ടക്ഷനും ഗവൺമെന്റ് തരും, കാരണം നിങ്ങൾ നിരപരാധിയാണ് പറയണ്ടേ? മര്യാദയല്ലേ? മിണ്ടിക്കൊടുക്കുന്നില്ല. ഇതൊക്കെ നമ്മൾ വ്യക്തിപരമായി അറിഞ്ഞ കേസുകളാണ് പലതും. അപ്പോൾ നമ്മൾ അന്വേഷിച്ചു പോയതാണ് എന്താണ് ഇതിന്റെ പുറകിലുള്ള തട്ടിപ്പെന്ന്. ഈ പൂന ഇന്റലിജൻസ് ഇത് കൊടുത്തിട്ട് ഫെബ്രുവരി കൊടുത്താണ്. ഇപ്പൊ മാസം എത്രയായി? 2-ാം മാസം കൊടുത്താണ്. 10-ാം മാസമായി ഇന്ന്, അല്ലേ? ആരോടും പറയാതെ ഒളിപ്പിച്ചു വെച്ചേക്കാണിത്, രഹസ്യം. ഉറപ്പാല മന്ത്രിക്ക് ഉത്തരവാദിത്വം ഉണ്ടല്ലോ. ധനകാര്യ മന്ത്രിക്ക് പൂർണ്ണമായ ഉത്തരവാദിത്വമുണ്ട്. ഉത്തരവാദിത്വത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഒളിച്ചു മാറാൻ പറ്റില്ല. അദ്ദേഹത്തിന് ഗവൺമെന്റിന് ഉത്തരവാദിത്വമുണ്ട്. ഗവൺമെന്റ് പറയട്ടെ. വലിയ തോതിലുള്ള തട്ടിപ്പാണ് നടക്കുന്നത്. ഉറപ്പായിട്ട് കൊണ്ടുവരും. ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവരും.
തെറ്റായ വാർത്തയാണ്. ഞങ്ങൾ 4:30 മണിക്ക് പാർലമെന്ററി പാർട്ടി യോഗം ചേരാനിരുന്നതാണ്. അന്ന് അസംബ്ലി വൈകിയതുകൊണ്ട് ഞങ്ങൾ 5:30 മണി കഴിഞ്ഞു യോഗം ചേരാൻ വേണ്ടി. യോഗം ചേരാൻ തീരുമാനിച്ച സമയത്ത് ഇല്ലാതിരുന്നൊരു പ്രശ്നം രാഹുൽ ഗാന്ധിയുടെ നേരെ നിറവേഴിക്കുമെന്നുള്ള വാർത്തയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തുടനീളം പ്രതിഷേധ യോഗം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. അപ്പം ഞാനും AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി മാഡവും KPCC പ്രസിഡന്റും MLA-മാർക്കും ആ പരിപാടിയിൽ പങ്കെടുക്കും. അത് 6 മണിക്ക് അത് മ്യൂസിയം ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ടു. അപ്പം ഞങ്ങൾ മീറ്റിംഗ് നിർത്തിവെച്ച് മീറ്റിംഗ് 7-ാം തീയതിയിലേക്ക് അസംബ്ലി തുടങ്ങി പിറ്റേ ദിവസത്തേക്ക് വെച്ച് മാറ്റി. അത്രയല്ല, അല്ലാതെ വേറൊന്നും അതിനകത്ത് നടന്നിട്ടില്ല. ഒരാളും പറഞ്ഞിട്ടില്ല, ഒരാളും അങ്ങനെ ഒരു പരാതി പറഞ്ഞിട്ടില്ല. ഏത് മെമ്പർ ആവശ്യപ്പെട്ടാലും പാർലമെന്ററി പാർട്ടി യോഗം ചേരും. മാത്രമല്ല എല്ലാ UDF-ന്റെ പാർലമെന്ററി പാർട്ടി യോഗം നിരന്തരമായി UDF പാർലമെന്ററി പാർട്ടി യോഗം ചേരാറുണ്ട്. ഇപ്പോ വീണ്ടും ഞങ്ങളിപ്പോൾ 6-ാം തീയതി രാവിലെ UDF പാർലമെന്ററി പാർട്ടി യോഗം ചേരും. ഈ അസംബ്ലി തുടങ്ങിയ അന്ന് UDF പാർലമെന്ററി പാർട്ടി യോഗം ഉണ്ടായിരുന്നു. 8 മണിക്ക് രാവിലെ യോഗം ഉണ്ടായിരുന്നു. ഞങ്ങളിവിടെ വെച്ച് തന്നെ ഡിന്നർ മീറ്റിംഗ് ആയിട്ട് നിരവധി യോഗങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ അതിന്റെ കണക്കെടുത്ത് തരാം. ഇതൊക്കെ വെറുതെ തെറ്റായ വാർത്തകളാണ്. അതിപ്പോ ഞാനൊരു പൊസിഷനിൽ ഇരിക്കുമല്ലേ, എനിക്കെതിരെയല്ലേ വാർത്ത കൊടുക്കാൻ പറ്റുള്ളൂ. അത് കൊടുക്കട്ടെ എന്ന്. അതിനെന്താണെന്നേ, ഇത് നിസ്സാരമായ കാര്യമല്ലേ. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിലെ ഏതെങ്കിലും MLA യോഗം കൂടണം എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത ഡേറ്റിൽ യോഗം കൂടും. എന്താവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവരായിട്ടൊക്കെ എല്ലാവരുമായിട്ടും കമ്മ്യൂണിക്കേഷനിലല്ലേ, അസംബ്ലിയിലൊക്കെ ഞങ്ങൾ പ്രവർത്തിക്കുന്ന കണ്ടില്ലേ. എത്രമാത്രം പാർലമെന്ററി പാർട്ടി യോഗങ്ങൾ ഈ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ എന്ത് നടപടി സ്വീകരിക്കണം, ഫ്ലോർ മാനേജ്മെന്റ് എങ്ങനെയാകണം എന്ന് തീരുമാനിക്കുന്നത് പോലും പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നിട്ടാണ്. നമ്മൾ കൊണ്ടുവന്ന സിസ്റ്റമാണ്. പണ്ടൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. പണ്ട് നമ്മളൊരു തീരുമാനം ലീഡർഷിപ്പ് എടുത്തിട്ട് മെമ്പർമാരോട് പറയുകയാണ്. ഇപ്പൊ ഞങ്ങളല്ല, വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാവും. അപ്പൊ ഞങ്ങൾ ചോദിക്കും, എന്താണ് ഇന്ന് എങ്ങനെയാണ് ഈ വിഷയം നമ്മൾ മൂവ് ചെയ്യേണ്ടത്, ഈ വിഷയത്തിന് അനുമതി ഗവൺമെന്റ് സർക്കാർ തന്നില്ലെങ്കിൽ അല്ലെങ്കിൽ സ്പീക്കർ അനുവദിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ വിഷയം ചർച്ചയ്ക്കെടുത്താൽ ആരൊക്കെ സംസാരിക്കണം, ഇതൊക്കെ ഞങ്ങൾ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നാണ് സാധാരണ എടുക്കാറുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി, കഴിഞ്ഞ ദിവസം 2 മന്ത്രിമാർ ഭയങ്കര ബഹളമായിരുന്നു ഈ എല്ലാവരും നടുത്തളത്തിൽ ഇറങ്ങിയപ്പോൾ. ഒന്ന് മന്ത്രി P. രാജീവ് എന്തൊക്കെയാ പറഞ്ഞത്, ഈ സംഭവം 26-ാം തീയതി നടന്നതാണ്, 27-ാം തീയതിയും 28-ാം തീയതിയും നിങ്ങളിത് നിയമസഭയിൽ കൊണ്ടുവന്നില്ല. 27, 28 ശനിയും ഞായറുമായിരുന്നു, അസംബ്ലി ഉണ്ടായില്ല. അബദ്ധം പറയണതിനൊരു പരിധി വേണ്ടേ. ഞങ്ങൾക്കാണെങ്കിൽ മൈക്കില്ലല്ലോ, ഞങ്ങൾ നടുത്തളത്തിൽ ഇറങ്ങിയിരിക്കുക. അല്ലെങ്കിൽ ഞാൻ അപ്പം തന്നെ മറുപടി കൊടുത്തേനെ. 27, 26-ാം തീയതി രാത്രി സംഭവം നടന്നു, 27-ലും 28-ലും സഭയിൽ കൊണ്ടുവന്നാണ് ചോദ്യം. ശനിയും ഞായറുമാണ് 27, 28. പിന്നെ 29-ാം തീയതി ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി സെക്രട്ടറി KPCC വർക്കിംഗ് പ്രസിഡന്റ് ഈ വിഷയം മെൻഷൻ ചെയ്തു. പിന്നെ കേസ് കൊടുത്തത് മന്ത്രി MP രാജേഷ് വന്നു പറഞ്ഞു, കേസ് കൊടുത്തത് 29-ാം തീയതിയാണ്. 12 മണിക്ക് കൊടുത്തു, 1:45 കേസ് എടുത്തത്. എന്റെ കയ്യിൽ കേസിന്റെ ഡീറ്റെയിൽസ് എന്റെ കയ്യിലുണ്ട്. 26-ാം തീയതി സംഭവം നടന്നു. 27-ാം തീയതി ആലപ്പുഴ DCC സെക്രട്ടറി ബിപിൻ മാമൻ പരാതി കൊടുത്തു. 28-ന് KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രാൺകുമാർ പരാതി കൊടുത്തു. അന്നേ ദിവസം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി വസന്ത് തെങ്ങുമുള്ളയുടെ പരാതിയുണ്ട്. അടുത്ത ദിവസം തൃശൂരിൽ KPCC സെക്രട്ടറി CC ശ്രീകുമാർ പരാതി കൊടുത്തു. എന്നിട്ട് 29-ാം തീയതി പരാതി കിട്ടിയിട്ടുള്ളത് ഒരു മന്ത്രി വന്ന് പറയുന്നത് എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തില വെറുതെ പറയുകയാണ്. ഇവർ രണ്ടുപേരും അബദ്ധമാണ് പറഞ്ഞത്. 27 സെപ്റ്റംബറിലാണ് ബിപിൻ മാമൻ ഈ ഭീഷണിക്കെതിരായിട്ട് ഫസ്റ്റ് ഇത് കൊടുത്തത്. അദ്ദേഹം അന്ന് തന്നെ അദ്ദേഹത്തിന്റെ ഇതിലെ ഫേസ്ബുക്കിൽ അദ്ദേഹം അത് ഇട്ടിട്ടുമുണ്ട് പരാതി കൊടുത്തിരിക്കുന്ന വിവരം. 27-നും 28-നും 29-നും പരാതി കൊടുത്തു. പിന്നെ 27-ാം തീയതി രാവിലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, മാധ്യമങ്ങളോട് പറഞ്ഞു, ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന്. KPCC പ്രസിഡന്റ് ശക്തിയായിട്ട് ആവശ്യപ്പെട്ടു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കേന്ദ്ര ഹോം മിനിസ്റ്റർക്ക് പരാതി കൊടുത്തു. ഞങ്ങളടക്കം തെരുവിലിറങ്ങി ഞങ്ങൾ സമരം ചെയ്തു. എന്നിട്ട് മന്ത്രി പറയും ഒരു പ്രതിഷേധം പോലും കേരളത്തിൽ നടന്നില്ല. എന്തിന്റെ അടിസ്ഥാനത്തില പറഞ്ഞത്? അബദ്ധമാണ് പറഞ്ഞത്, തെറ്റാണ് പറഞ്ഞത്. അതേ 2 മന്ത്രിമാരും അവർ പറഞ്ഞത് പിൻവലിക്കണം. അല്ല, നമ്മള് പരാതി കൊടുത്തിട്ട് ആ പരാതിയുടെ പുറത്ത് പോലീസ്
ആ കേസെടുത്ത് അന്വേഷിക്കുമെന്നാണ് നമ്മുടെ ധാരണ. 29-ാം തീയതി ഞങ്ങൾ വരുമ്പോൾ. അപ്പോൾ അത് ഉച്ചവരെ എടുത്തിട്ടില്ല. അപ്പോഴാണ് ഞങ്ങൾ മെൻഷൻ ചെയ്യാൻ തീരുമാനിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ട് പിണറായി വിജയനെതിരായിട്ട് ആരെങ്കിലും ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടാൽ അവനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും, അവന്റെ വീട് റെയ്ഡ് ചെയ്യുകയും ചെയ്യും, അവന്റെ കമ്പ്യൂട്ടർ വരെ എടുത്തുകൊണ്ട് പോകും, ഫോൺ വരെ പിടിച്ചുകൊണ്ട് പോകും. രാഹുൽ ഗാന്ധിയെ നിറയൊഴിക്കുമെന്ന് ഒരാളൊരു ചാനൽ ചർച്ചയിൽ ഭീഷണിപ്പെടുത്തിയിട്ട് നമ്മൾ പരാതി കൊടുത്തിട്ട് അത് കേസെടുക്കുമെന്നാണ് നമ്മുടെ ധാരണ. കേസെടുക്കാത്തപ്പോഴാണ് ഞങ്ങൾ 29-ാം തീയതി അസംബ്ലിയിൽ മെൻഷൻ ചെയ്ത്, അസംബ്ലി അപ്പോഴാണ് കൂടുന്നത്, ആദ്യത്തെ ദിവസം മെൻഷൻ ചെയ്യുന്നു. ഉച്ചവരെ ഞങ്ങൾ പരിശോധിച്ചു. ഉച്ചവരെ ഞങ്ങൾ കൊടുത്ത എല്ലാ പരാതിയുള്ള പോലീസ് സ്റ്റേഷനിലും എന്റെ ഓഫീസാണ് വിളിച്ച് ചെക്ക് ചെയ്ത് ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പരാതി. അപ്പൊ ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി, ഒറ്റ പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ എടുത്തിട്ടില്ല. അപ്പൊ വീണ്ടും ഞങ്ങൾ ഇത് മെൻഷൻ ചെയ്തു. അന്ന് വൈകുന്നേരം എടുത്തില്ല, അന്ന് വൈകുന്നേരം എഫ്ഐആർ എടുത്തു, ഇയാൾ അറസ്റ്റ് ചെയ്തില്ല. അന്ന് വൈകുന്നേരം ഞങ്ങൾ മെൻഷൻ ചെയ്തതിന് ശേഷമാണ് വൈകുന്നേരം എഫ്ഐആർ എടുത്ത്, അറസ്റ്റ് ചെയ്തില്ല. അപ്പൊ അറസ്റ്റ് ചെയ്യണം, അറസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള പരിപാടിയാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്പീക്കർ ഇതൊരു നിസ്സാര കാര്യമാണെന്ന് പറഞ്ഞു? ഗവൺമെന്റിന്റെ അഭിപ്രായം അതാണോ? രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുതിർക്കും എന്ന് പറഞ്ഞത് നിസ്സാര കാര്യമാണോ? ആണോ? നിസ്സാര കാര്യമാണോ? നിസ്സാര കാര്യം ആണെന്ന് പറഞ്ഞു. നിസ്സാര കാര്യം. ഒരു 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 ഫോൺ കോളിൽ ഒരു ആരെങ്കിലും അജ്ഞാതനായ ഒരാൾ ഫോൺ ചെയ്ത് സെക്രട്ടേറിയറ്റിൽ പോകുമ്പോഴേക്കും എന്ന് പറഞ്ഞാൽ ചെയ്യോ? നടപടി എടുക്കൂലേ? അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് വധഭീഷണി ഉണ്ടായെന്ന് പറഞ്ഞാൽ ചെയ്യില്ലേ? ഇത് രാജ്യത്തെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിന്റെ നെഞ്ചിൽ വെടിയുതിർക്കുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 27-ാം തീയതി ഞങ്ങൾ പ്രതിഷേധം നടന്നിട്ടുണ്ട്. എറണാകുളത്ത് പ്രതിഷേധം നടന്നല്ലോ. 27-ാം തീയതി ഒരുപാട് സ്ഥലത്ത് പ്രതിഷേധം നടന്നു. പിന്നെ വ്യാപകമായ പ്രതിഷേധം സർക്കാർ നടപടി എടുക്കാതിരുന്നപ്പോഴാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. വ്യാപകമായി ഒരു പ്രതിഷേധവും നടന്നില്ല എന്ന് മന്ത്രി പറയുമ്പോൾ ഞാനടക്കമുള്ള ആളുകൾ തെരുവിലിറങ്ങിയില്ലേ? KPC പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഞങ്ങളെല്ലാം തെരുവിലല്ലായിരുന്നു അതിന്റെ തലേദിവസം. അദ്ദേഹം കണ്ടില്ലേ? എന്തും പറയാം. അസംബ്ലിക്ക് പുറത്തും കേസ് കൊടുത്തത്, പരാതി കൊടുത്ത് 29-ാം തീയതിയാണെന്ന് പാർലമെന്ററി കാര്യ മന്ത്രി പറഞ്ഞത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? 29-ന് ഞങ്ങൾ മെൻഷൻ ചെയ്തോന്ന് ഞങ്ങൾ അസംബ്ലി. നിങ്ങളാണ് തീരുമാനിക്കണം ഞങ്ങളിത് എപ്പോഴാണ് കൊണ്ടുവരണമെന്ന്. അത് നിങ്ങളൊന്നും തീരുമാനിക്കണ്ട, അത് നിങ്ങളൊന്നും തീരുമാനിക്കണം. അല്ലല്ല, ഞങ്ങളത് മെൻഷൻ ചെയ്തു. മന്ത്രി അതല്ല പറഞ്ഞത്. മന്ത്രി പറഞ്ഞത് എന്തുകൊണ്ട് 27-നും 28-നും കൊണ്ടുവന്നില്ല എന്നാണ് ചോദിച്ചത്. 27-നും 28-ഉം ശനി ഞായറുമായിരുന്നു. നിങ്ങൾ പോയി അദ്ദേഹത്തോട് പറ, ശനി ഞായറുമായിരുന്നു പറ. 29-ാം തീയതി ഞങ്ങൾ മെൻഷൻ ചെയ്തു. ഏത് രീതിയിൽ കൊണ്ടുവരണമെന്ന് മന്ത്രിയൊന്നും നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കണ്ട, മന്ത്രിയും പഠിപ്പിക്കണ്ട. ഞങ്ങൾക്ക് അറിയാതെ എങ്ങനെ കൊണ്ടുവരണം, എങ്ങനെയാണ് ഒരു ഹൌസിൽ. ഇല്ലല്ല, മന്ത്രി പറഞ്ഞത് 27-നും 28-നും കൊണ്ടുവന്നില്ലെന്നാ, ശനി ഞായറും കൊണ്ടുവന്നില്ലെന്നാ. ശനി ഞായർ എങ്ങനെ ഞങ്ങൾ അവരെ വീട്ടിൽ കൊണ്ടു കൊടുക്കും? ഒരു അബദ്ധം പറയല്ലേ. അല്ല, മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. മുഖ്യമന്ത്രി പറഞ്ഞു എന്നുള്ള വാർത്തകൾ മാത്രമാണ് പുറത്തു വന്നേക്കുന്നത്. ആ യോഗത്തിൽ അദ്ദേഹം പ്രസംഗിച്ചത് എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ മുഖ്യമന്ത്രി ഇപ്പോഴാണ് കാസയെ കുറിച്ചൊക്കെ അറിയണം. ഞങ്ങൾക്കൊക്കെ നേരത്തെ അറിയാം, ഞങ്ങളൊക്കെ നേരത്തെയും പറഞ്ഞിട്ടുണ്ടല്ലോ. വ്യാപകമായ, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരായി. പിന്നെ എന്തു വന്നാലും എന്റെ ഉണ്ടാവുമല്ലോ. കാസ ഉൾപ്പെടെയുള്ള ആളുകൾ എന്തുമാത്രം പ്രചരണമാണ് ഞങ്ങൾക്കെതിരെ എല്ലാവർക്കും നടത്തുന്നത്. കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരായി എന്തുമാത്രം പ്രചരണമാണ്, തെറ്റായ പ്രചരണം, വർഗീയ പ്രചരണം നടത്തുന്നുണ്ട്. ഞങ്ങൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇപ്പോഴായിരിക്കും അറിഞ്ഞത്. ബ്രഹ്മമംഗല അത് വലിയ തട്ടിപ്പാണ് അവിടെ നടന്നിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടക്കുന്നില്ല. ഭയങ്കര വ്യാപകമായി കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് അവിടെ നടന്നിരിക്കുന്നത്. അത് പിന്നെ CPM സംഘമായതുകൊണ്ട് അന്വേഷണം ഇല്ലല്ലോ. അല്ലാത്തതിൽ മാത്രമല്ലേ അന്വേഷണമുള്ളൂ. അതൊക്കെ KPC പ്രസിഡന്റും അതൊക്കെ സംഘടനാപരമായി KPCC പരിശോധിച്ച് തീരുമാനമെടുക്കും. നിങ്ങൾ എന്തിനാ അതൊക്കെ ചർച്ച ചെയ്യണത്? നിങ്ങൾ ചർച്ച ചെയ്യേണ്ട വിഷയമല്ലല്ലോ അത്. യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ കമ്മിറ്റി ചർച്ച ചെയ്ത് ആരെയെന്ന് കേരളത്തിൽ നിന്നുള്ള ഒരാളെ എല്ലാവരുമായിട്ട് ആലോചിച്ച് അവർ തീരുമാനിക്കും. അതിന്റെ ജാതിയും മതമൊക്കെ കേരളത്തിലെ ചാനലുകളിൽ എന്തിനാ ചർച്ച ചെയ്യണത്? അത് നിങ്ങൾ ചർച്ച ചെയ്യേണ്ട വിഷയമല്ലല്ലോ. അവിടെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. അവർ ആ തീരുമാനം എടുക്കുമ്പോൾ നിങ്ങൾ അറിയിക്കും. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് പറഞ്ഞോ.
അല്ല എന്ത് വേണം, ഇപ്പൊ ശമ്പള പരിഷ്കരണ പേ കമ്മീഷൻ പ്രഖ്യാപിച്ച് പേ കമ്മീഷൻ നടപടികൾ സ്വീകരിച്ച് അതിന്റെ റിപ്പോർട്ട് പുറത്തു വന്ന ആ റെക്കമെൻഡേഷൻ നടപ്പാക്കേണ്ട സമയമായി. എന്നിട്ട് പേ കമ്മീഷൻ പ്രഖ്യാപിച്ചിട്ടില്ല. 1,00,000 കോടിയോളം രൂപ ജീവനക്കാർക്കും പെൻഷൻകാർക്കും അധ്യാപകർക്ക് കൂടി കൊടുക്കാൻ കുടിശ്ശികയുണ്ട്. നിരവധി കാര്യങ്ങളുണ്ട്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൂ, 2026 തോൽവി, അതിനെക്കുറിച്ച് ഏറ്റവും ബോധ്യമുള്ളത് ഈ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്കാണ്. ആ കനത്ത തോൽവിയെ ഭയന്നുള്ളൊരു വിഭ്രാന്തിയാണ് ഇപ്പൊ കാണിക്കുന്നത്. ഇപ്പൊ കേരളത്തെ രക്ഷിക്കാനുള്ള കോൺക്ലേവ്, അയ്യപ്പ സംഗമം, വികസന പ്ലാൻ, മാസ്റ്റർ പ്ലാൻ, ഇങ്ങനെ കുറേ തട്ടിപ്പ് പരിപാടികളുമായിട്ട് ഞാൻ ചോദിക്കട്ടെ, തൊലിക്കട്ടിയുണ്ടോ? കശുവണ്ടി കോൺക്ലേവ് നടത്തുകയാണ്. 99% കശുവണ്ടി കമ്പനികൾ അടച്ചുപൂട്ടിക്കിടക്കുകയാണ്. ആയിരക്കണക്കിന് പാവപ്പെട്ട സ്ത്രീ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ പട്ടിണിയാണ്. 99% കശുവണ്ടി കമ്പനികൾ അടഞ്ഞു കിടക്കുമ്പോൾ കൊല്ലത്തുകൊണ്ടുപോയി കശുവണ്ടി രക്ഷപ്പെടുത്താൻ വേണ്ടി കശുവണ്ടി കോൺക്ലേവ് നടത്താൻ തൊലിക്കട്ടിയുള്ള സർക്കാരാണിത്. ഞാൻ അത്രേ പറയുന്നു.